ഗൈസ് നമ്മളങ്ങനെ ഒരു വാഴത്തോട്ടം വരെ വന്നതായിരുന്നു. വെറുതെ വന്നതല്ല, നമുക്കൊരു കൊല വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നമ്മളൊരു ഏത്തക്കൊല വാങ്ങിച്ചു. കൂട്ടത്തിൽ പിന്നെ കുറച്ച് കപ്പ കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് മിക്സഡ് ചിപ്സുകൾ ഉണ്ടാക്കാനായിരുന്നു. അപ്പം വീട്ടിൽ വന്നു, കൊലയെല്ലാം പൊളിച്ചെടുത്ത് മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ കറ കളഞ്ഞ് കഴുകി വാരി വെച്ചു. അത് കഴിഞ്ഞപ്പം നമ്മളൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് നന്നായി ഗ്രേറ്റ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്നേലൊന്നേ തൊടാതെ നമ്മൾ ഓരോന്നായി തിളച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി എല്ലാം പെറുക്കി വെച്ചു. പിന്നെ അങ്ങനെ എണ്ണ തിളച്ചപ്പം നമ്മൾ പെറുക്കിയിടാൻ തുടങ്ങി. നമ്മളിങ്ങനെ വറുത്തില്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി തണുത്ത് പോകും. ഇതാകുമ്പോൾ നല്ല ക്രിസ്പിനെസ്സാണ്. കണ്ടോ, നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടി. അപ്പോൾ പിന്നെ നമ്മുടെ ചിപ്സിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ കപ്പയുടെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പയെല്ലാം അരിഞ്ഞു വെച്ചു, തിളച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ കുറേശ്ശെ എല്ലാം വറുത്ത് കോരി മാറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് കളിയോടൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അതിന് വേണ്ടി നമ്മുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് തേങ്ങ കൂടി അരച്ച് ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ എള്ള, ജീരകം എല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി മാറ്റണം. അങ്ങനെ നമ്മളിതെല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അതിനും എണ്ണ തിളച്ചതിലേക്ക് ഇട്ട് കൊടുക്കാനായി നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ തിളച്ചെണ്ണയിൽ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കളിയോടക്കയുടെ പകുതി മൂപ്പായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വറുത്തെല്ലാം കോരി റെഡിയാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ ചിപ്സ് കുറേയൊക്കെ വറുത്ത കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് ശർക്കര വരട്ടി ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നു. അങ്ങനെ അതും എല്ലാം വറുത്ത് മാറ്റിയ ശേഷം ഇതിന് ശർക്കര പാനിയിലിടണം. അതിന് വേണ്ടി പാനിയെല്ലാം തയ്യാറാക്കിയിട്ട് നമ്മുടെ ശർക്കര വരട്ടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒട്ടാതിരിക്കാൻ കുറേശ്ശെ അരിപ്പൊടി കൂടി വിതറിക്കൊടുത്തു. അങ്ങനെ ശർക്കര വരട്ടിയും റെഡിയായി. ഇനി നമ്മുടെ ഉപ്പേരി നമുക്ക് മിക്സഡ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടി താഴെ അമ്മയൊരു ന്യൂസ് പേപ്പർ വിരിച്ചു. അതിലേക്ക് ആദ്യം നമ്മുടെ ഏത്തയ്ക്ക ഉപ്പേരി ഇട്ട് കൊടുത്തു. പിന്നെ കപ്പ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കുറേ ചക്കമുറുക്കുണ്ടായിരുന്നു, ഞാൻ അതുകൂടി ഇട്ട് കൊടുത്തു. പിന്നെ കളിയോടൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഉപ്പേരിയെല്ലാം മിക്സഡ് ആക്കിയ ശേഷം പിന്നെ പായ്ക്കിങ് തുടങ്ങി. ശർക്കര വരട്ടി മാത്രം നമ്മൾ പ്രത്യേകം പായ്ക്ക് ചെയ്യുകയാണ്, കൂട്ടത്തിലിടുന്നില്ല. അപ്പം കൂട്ടത്തിൽ കിടന്നാൽ തണുത്ത് പോകും. അതുകൊണ്ടാണ് ഗൈസ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പായ്ക്കിങ് കഴിഞ്ഞപ്പോൾ പിന്നെ സീലിംഗ് ആയി. സീലിംഗ് മെഷീൻ എടുത്തു വെച്ചു. ഓരോന്നും സീല് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ വെയിറ്റ് നോക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് മെഷീനിൽ ഓരോന്ന് പെറുക്കി വെച്ചു. വെയിറ്റിംഗ് എല്ലാം കറക്റ്റാക്കി വെച്ച ശേഷം ഇനി ഇത് പായ്ക്ക് ചെയ്യണം. പേപ്പറിലെല്ലാം പൊതിയണം. അങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പർ വിരിച്ചു, പൊതിയാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ചിപ്സ് എല്ലാം ഓരോന്നും പൊതിഞ്ഞെല്ലാം മാറ്റി വെച്ചു. ഇനി ഇത് പൊതിഞ്ഞത് നമ്മളിനി വീണ്ടും ടേപ്പൊക്കെ വെച്ചെല്ലാം ഒട്ടിക്കണമായിരുന്നു. ഇതെന്തിനാണെന്നറിയാമോ ഗൈസ്? നമുക്ക് ഗൾഫിലേക്കുള്ള പാഴ്സലാണിത്. അപ്പം നമ്മളിതെല്ലാം പാക്ക് ചെയ്ത് പാഴ്സലെല്ലാം ഒട്ടിച്ചു. നല്ല വൃത്തിയാക്കി നീറ്റ് ആൻഡ് കംഫർട്ടാണ് ഗൈസ് നമ്മുടെ പാക്കിങ്.